ഫ്ലാറ്റിലെ അന്തരീക്ഷം പുറമെ തണുപ്പുള്ളതാണെങ്കിലും സിദ്ധാർത്ഥൻ്റെയും മായയുടെയും മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ ഒരു പുതിയ വസന്തം വിരിയുകയായിരുന്നു. ആ രാത്രി പെയ്ത മഴയ്ക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ടായിരുന്നു. ജനാലയ്ക്ക് തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികളെ നോക്കി നിലയെ മടിയിൽ കിടത്തി മായ ഇരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥൻ കുളി കഴിഞ്ഞ് ഈർപ്പമുള്ള മുടിയുമായി മുറിയിലേക്ക് കടന്നു വന്നു. പണ്ട് അവൻ വരുമ്പോൾ മായ ഭയത്തോടെ എഴുന്നേൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ സിദ്ധാർത്ഥൻ്റെ ദിവസത്തെ മുഴുവൻ തളർച്ചയും അലിഞ്ഞുപോയി. അവൾ ഉറങ്ങിയോ മായ? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഉറങ്ങാൻ പാവമില്ല, സാറിനെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു, മായ കുഞ്ഞിൻ്റെ കുഞ്ഞു വിരലുകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥൻ അവളുടെ അരികിൽ തറയിലിരുന്നു. അവൻ പതുക്കെ തൻ്റെ വിരൽ നിലയുടെ കയ്യിൽ കൊടുത്തു. അവൾ ആ വിരലിൽ മുറുകെ പിടിച്ചു. മായ, നീ ഇപ്പോഴും എന്നെ സാർ എന്ന് തന്നെയാണല്ലോ വിളിക്കുന്നത്. നമ്മൾക്കിടയിലെ ആ ദൂരം ഇനിയും മാറിയില്ലേ? അവൻ്റെ ചോദ്യത്തിൽ ഒരു കൊച്ചു കുട്ടിയുടെ പരിഭവമുണ്ടായിരുന്നു. മായ ഒന്ന് മടിച്ചു. പിന്നെ പതുക്കെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നില്ല സിദ്ധാർത്ഥ്, പക്ഷെ ഉള്ളിലെപ്പോഴും ഇപ്പോൾ ആ പഴയ പേടിയില്ല. പകരം വല്ലാത്തൊരു സുരക്ഷിതത്വമാണ്. സിദ്ധാർത്ഥൻ അവളുടെ കൈകൾ പതുക്കെ കവർന്നെടുത്തു. ആ സുരക്ഷിതത്വം എന്നും നിനക്കുണ്ടാകും. രാഷ്ട്രീയത്തിലെ കുതികാൽ വെട്ടുകളും പകയും ഒന്നും ഈ മുറിക്കുള്ളിലേക്ക് ഞാൻ കടത്തിവിടില്ല. ഇവിടെ ഞാൻ വെറും സിദ്ധാർത്ഥൻ മാത്രമാണ്, നിന്റെ ഭർത്താവ്, നിന്റെ പ്രണയിതാവ്. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്തു. അവളുടെ നേരെ നീട്ടി. മായ അത് അത്ഭുതത്തോടെ വാങ്ങി തുറന്നു നോക്കിയപ്പോൾ മനോഹരമായ ഒരു മുല്ലപ്പൂമാല. സ്വർണമോ വജ്രമോ ആയിരുന്നില്ലത്. പകരം അവൾക്ക് ഏറെ പ്രിയപ്പെട്ട മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. ഇത് സാറിന് എങ്ങനെ മനസ്സിലായി എനിക്ക് മുല്ലപ്പൂ ഇഷ്ടമാണെന്ന്? നിന്റെ പഴയ വീട്ടിലെ മുറ്റത്തൊരു മുല്ലച്ചെടി ഉണ്ടായിരുന്നു. നീ എന്നും വൈകുന്നേരം അതിൽ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അധികാരത്തിൻ്റെ പകിട്ടിൽ അന്ന് ഞാൻ അതൊന്നും വിലമതിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് നിന്റെ മുഖത്തെ ഈ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ വിജയം. സിദ്ധാർത്ഥൻ തന്നെ ആ മാല അവളുടെ മുടിയിൽ ചൂടിച്ചു. മുല്ലപ്പൂവിൻ്റെ മണവും മഴയുടെ തണുപ്പും ആ മുറിയിൽ ഒരു മാന്ത്രികത പടർത്തി. മായ അവനെ നോക്കി. ആ നോട്ടത്തിൽ വാക്കുകൾക്ക് അതീതമായ എന്തോ ഒന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു. സാർ, അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ക്ഷമിക്കണം. സാറിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. വേദനയല്ല മായ, അതെനിക്കുള്ള ശിക്ഷയായിരുന്നു. ഞാൻ ചെയ്ത ചില തെറ്റുകൾക്ക് നീ നൽകിയ ശിക്ഷ. പക്ഷേ ഇനി നമുക്ക് പിന്നിലേക്ക് നോക്കണ്ട. നമ്മുടെ മുന്നിലേക്ക് ഒരാ ജീവിതമുണ്ട്, നിലയുണ്ട്. അവൻ പതുക്കെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മായ അവൻ്റെ നെഞ്ചിൽ തല ചായച്ചു. അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം അവൾക്ക് കേൾക്കാമായിരുന്നു. പണ്ട് പേടിയോടെ കേട്ടിരുന്ന അതേ താളം ഇന്ന് അവൾക്കൊരായിരം കഥകൾ പറഞ്ഞു കൊടുത്തു. പ്രണയത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, നിരുപാധികമായ സ്നേഹത്തിൻ്റെ കഥകൾ. നില പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സിദ്ധാർത്ഥൻ അവളെ തൊട്ടിലിൽ കിടത്തിയിട്ട് തിരികെ വന്ന് മായയുടെ അരികിലിരുന്നു. നമുക്ക് നാളെ ഒന്ന് പുറത്തു പോയാലോ മായ? രാഷ്ട്രീയവും ബഹളങ്ങളും ഇല്ലാത്തൊരിടത്തേക്ക്. നീയും ഞാനും നിലയും മാത്രം. അമ്മയും രമ്യയും സമ്മതിക്കുമോ? മായ ആശങ്കയോടെ ചോദിച്ചു. അതൊന്നും നീ ആലോചിക്കേണ്ട. എൻ്റെ ലോകം നീയാണ്. നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അന്ന് രാത്രി അവർ ഒരുപാട് നേരം സംസാരിച്ചു. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നിലയുടെ ഭാവിയെക്കുറിച്ച്. സിദ്ധാർത്ഥൻ മായയെ പ്രണയിച്ചു തുടങ്ങിയത് ആ രാത്രിയിലായിരുന്നില്ല, മറിച്ച് അവൾക്ക് വേണ്ടി സ്വയം മാറാൻ തീരുമാനിച്ച ആ നിമിഷം മുതലായിരുന്നു. ആ തിരിച്ചറിവ് മായയെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥൻ എഴുന്നേറ്റത് വല്ലാത്തൊരു ഉന്മേഷത്തോടെയായിരുന്നു. അവൻ തന്നെ നിലയെ കുളിപ്പിച്ചു. അവളുടെ കുഞ്ഞുടുപ്പുകൾ ഇടിയിപ്പിക്കുമ്പോൾ അവൻ കാണിച്ച ജാഗ്രത മായയെ അത്ഭുതപ്പെടുത്തി. സാർ ഇതെപ്പോൾ പഠിച്ചു? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഷാജിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അവൻ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് കരുതിയില്ല എനിക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. അവർ തയ്യാറായി താഴേക്കിറങ്ങിയപ്പോൾ രാജേശ്വരി പൂമുഖത്തിരിപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ മായയുടെ കൈ ചേർത്ത് പിടിച്ചാണ് ഇറങ്ങി വന്നത്. ആ കാഴ്ച രാജേശ്വരിയുടെ ഉള്ളിൽ തീ കോരിയിട്ടു. നീ എങ്ങോട്ടാ സിദ്ധാർത്ഥ, ഈ വെയിലത്ത് കുഞ്ഞിനെയും കൊണ്ട്? രാജേശ്വരി ഗാംഭീര്യത്തോടെ ചോദിച്ചു. ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണമ്മേ. കുറച്ചു സമയം തനിയെ ഇരിക്കാൻ, വൈകുന്നേരമേ വരും. സിദ്ധാർത്ഥൻ ആരുടെയും മറുപടിക്ക് കാത്തു നിന്നില്ല. അവൻ മായയെ കാറിൽ കയറ്റി. വണ്ടി ഗേറ്റ് കടന്നു പോകുമ്പോൾ രാജേശ്വരിയുടെ കണ്ണുകളിൽ പക തിളങ്ങി. അവർ ഉടനെ തൻ്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ശേഖരൻ പറഞ്ഞത് ശരിയാണ്. അവൻ പൂർണ്ണമായും ആ പെണ്ണിൻ്റെ വശത്തിലായി.
നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. കാറിനുള്ളിൽ മായയും സിദ്ധാർത്ഥനും ഇതൊന്നും അറിഞ്ഞില്ല. അവർ തങ്ങളുടെ പുതിയ ലോകത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വണ്ടി കടൽ തീരത്തേക്ക് നീങ്ങി. കാറ്റിൽ മായയുടെ മുടിയിഴകൾ പറന്നു. സിദ്ധാർത്ഥൻ ഒരു കൈകൊണ്ട് വണ്ടി ഓടിക്കുകയും മറു കൈകൊണ്ട് മായയുടെ കൈ മുറുകെ പിടിക്കുകയും ചെയ്തു. ആ യാത്രയിൽ അവർ കണ്ടെത്തിയത് നഷ്ടപ്പെട്ടു പോയ തങ്ങളെ തന്നെയായിരുന്നു. പ്രണയം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കിടയിൽ പടർന്നു പന്തലിച്ച് തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ യാത്രയുടെ അന്ത്യത്തിൽ അവരെ കാത്തിരുന്നത് മറ്റൊരു ചതിയുടെ തുടക്കമായിരുന്നു. കടൽ തീരത്തെ വിജനമായ ആ റിസോർട്ടിലെത്തിയപ്പോൾ വെയിൽ പതുക്കെ താഴ്ന്നു തുടങ്ങിയിരുന്നു. ആകാശം ചുവപ്പും ഓറഞ്ചും കലർന്ന വർണ്ണങ്ങളാൽ സമൃദ്ധമാണ്. കാറ്റിൽ ഉപ്പിൻ്റെ മണവും കടലിൻ്റെ ഇരുമ്പലും മാത്രം. സിദ്ധാർത്ഥൻ കാർ നിർത്തിയിറങ്ങി മായയ്ക്കായി വാതിൽ തുറന്നു കൊടുത്തു. നിലയെ തൻ്റെ മാറോട് ചേർത്ത് മായ പതുക്കെ പുറത്തിറങ്ങി. ഇവിടെ ആരും ഉണ്ടാവില്ലേ സിദ്ധാർത്ഥ്? മായ ചുറ്റും നോക്കി ചോദിച്ചു. ഇന്നിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ മായ. ഞാൻ ഈ സ്ഥലം ബുക്ക് ചെയ്തിരിക്കുകയാണ്. നിനക്ക് നിലയ്ക്കും ശലഭങ്ങളെപ്പോലെ പാറി നടക്കാനൊരിടം. അവൻ അവളുടെ കൈ പിടിച്ച് കടൽ തീരത്തെ മണലിലൂടെ നടന്നു. മായ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. നനഞ്ഞ മണലിൽ അവളുടെ പാദങ്ങൾ പതിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. പണ്ട് ഫാം ഹൗസിലെ ഇരുട്ടിൽ തടവിലാക്കപ്പെട്ടവളല്ല താനെന്ന് ആ കാറ്റ് അവളോട് മന്ത്രിച്ചു. അവർ തീരത്തെ ഒരു വലിയ പാറയിലിരുന്നു. സിദ്ധാർത്ഥൻ മായയുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തു. നില അവരുടെ ഇടയിൽ കിടന്ന് കടലിലെ തിരകളെ നോക്കി കുഞ്ഞു കൈകൾ വീശി. മായ, നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുമെന്ന്? മായ പതുക്കെ അവൻ്റെ ചുമലിൽ തല ചായച്ചു. ഒരിക്കലുമില്ല. സാറിനെ അല്ല, സിദ്ധാർത്ഥിനെ ഞാൻ അത്രമാത്രം ഭയപ്പെട്ടിരുന്നു. സാർ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്ന് എന്നെ ഒന്ന് ഉപദ്രവിക്കില്ലേ എന്ന്. പക്ഷേ ഇന്ന് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഈ നിമിഷം ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കാൻ കഴിയുമെങ്കിൽ. സിദ്ധാർത്ഥൻ അവളുടെ കൈവെള്ളയിൽ ചുംബിച്ചു. നിന്റെ ആ ഭയമായിരുന്നു എൻ്റെ പരാജയം മായ. ഒരു പുരുഷൻ തൻ്റെ അധികാരത്തിലൂടെയല്ല, മറിച്ച് തൻ്റെ സ്നേഹത്തിലൂടെയാണ് ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഇടം പിടിക്കേണ്ടതെന്ന് ഞാൻ വൈകിയാണ് പഠിച്ചത്. നിന്റെ ഈ പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഡയമണ്ട് മോതിരം എടുത്തു. അത് നിലാപ്രകാശത്തിൽ തിളങ്ങി. ഇത് നിനക്കുള്ളതാണ്, നമ്മുടെ പുതിയ ജീവിതത്തിൻ്റെ അടയാളം. പഴയ ആ കയ്പുള്ള ഓർമ്മകളെല്ലാം നമുക്ക് ഈ കടലിൽ ഒഴുക്കിക്കളയാം. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി. സിദ്ധാർത്ഥൻ തന്നെ ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. ഇനി മുതൽ നീ എൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ പ്രാണനാണ്. അവൻ അവളുടെ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. കുറച്ചു സമയം അവർ അവിടെ മൗനമായിരുന്നു. വാക്കുകൾക്കവിടെ പ്രസക്തിയില്ലായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു. പ്രണയം അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപത്തിൽ അവർക്കിടയിൽ നിറഞ്ഞു നിന്നു. സിദ്ധാർത്ഥിൻ്റെ ആ പരുക്കൻ ഭാവമെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അവൻ വെറുമൊരു കാമുകനായി അവൾക്ക് മുന്നിൽ കീഴടങ്ങി. തിരികെ റിസോർട്ടിലേക്ക് നടക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഒരു ചെറിയ നൂൽമഴ. സിദ്ധാർത്ഥൻ തൻ്റെ കോട്ടഴിച്ച് മായയുടെയും നിലയുടെയും തലയ്ക്ക് മുകളിൽ പിടിച്ചു. നനയേണ്ട മായ, പനി പിടിക്കും. അവൻ കാണിക്കുന്ന ആ കരുതൽ മായയുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ 1000 പൂത്തിരികൾ കത്തിച്ചു. അവൾ അവനെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ സിദ്ധാർത്ഥൻ ലയിച്ചുപോയി. അവൻ പതുക്കെ അവളെ ഉയർത്തിയെടുത്തു. സിദ്ധാർത്ഥ്, ആരെങ്കിലും കാണും, അവൾ നാണത്തോടെ പറഞ്ഞു. കാണട്ടെ, എൻ്റെ ഭാര്യയെ ഞാൻ എടുക്കുന്നതിന് ആർക്കാണ് പരാതി? അവൻ ഗാംഭീര്യത്തോടെ പറഞ്ഞു. അന്ന് രാത്രി ആ റിസോർട്ടിലെ മുറിയിൽ അവർക്ക് മാത്രമായുള്ള ലോകമായിരുന്നു. നില തൊട്ടിലിൽ ഉറങ്ങി. സിദ്ധാർത്ഥൻ മായയോടൊപ്പം ബാൽക്കണിയിൽ ഇരുന്നു മഴ നോക്കി. അവൻ അവൾക്കായി ഒരു പാട്ട് പതുക്കെ പാടി. പണ്ട് ലഹരിയിലാടിയിരുന്ന സിദ്ധാർത്ഥനല്ലിത്, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രണയത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്ന സിദ്ധാർത്ഥൻ. മായ അവൻ്റെ മടിയിൽ കിടന്നു. അവൾക്ക് തോന്നി തൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും ഈ പ്രണയത്തിന് മുന്നിൽ ഒന്നുമല്ലെന്ന്. അവൾ അവനെ മുറുകെ പിടിച്ചു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും സിദ്ധാർത്ഥൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഷാജിയിൽ നിന്നുള്ള സന്ദേശമായിരുന്നു അത്. സാർ, ശേഖരൻ്റെ ആളുകൾ തറവാടിന് ചുറ്റും കാണപ്പെട്ടിട്ടുണ്ട്. രാജേശ്വരി അമ്മ അവരോട് സംസാരിക്കുന്നത് ചിലർ കണ്ടു, സൂക്ഷിക്കണം. സിദ്ധാർത്ഥൻ ആ ഫോൺ സ്ക്രീൻ അണച്ചു. മായയെ വേദനിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. എങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. തൻ്റെ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്നവർ ആരായാലും അവരെ തകർക്കാൻ അവൻ തീരുമാനിച്ചു. നീ ഉറങ്ങിക്കോ മായ, ഞാൻ കൂടെയുണ്ട്. അവൻ അവളെ പുതപ്പിച്ചു. അവൾ സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ സിദ്ധാർത്ഥൻ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി.
തൻ്റെ കുടുംബവും ശേഖരനും ചേർന്നൊരുക്കുന്ന കെണികളെക്കുറിച്ച് അവൻ ബോധവാനായിരുന്നു. തൻ്റെ സിംഹാസനം സംരക്ഷിക്കാനല്ല, മറിച്ച് തൻ്റെ പ്രണയത്തെ സംരക്ഷിക്കാൻ സിദ്ധാർത്ഥൻ എന്ന രാഷ്ട്രീയക്കാരൻ വീണ്ടും കരുക്കൾ നീക്കി തുടങ്ങി. ആ രാത്രി സിദ്ധാർത്ഥിൻ്റെ ആക്രോശത്തിൻ്റെ ശേഷം തറവാടിൻ്റെ ചുവരുകൾക്കുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ഹാളിലെ ചില്ലുകൾ ചിതറിക്കിടക്കുന്നത് പോലെ തന്നെയായിരുന്നു രാജേശ്വരിയുടെയും രമ്യയുടെയും മനസ്സിലെ അഹങ്കാരങ്ങളും. അവർക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത ഒന്നായിരുന്നു അത്. തങ്ങൾക്ക് വേണ്ടി ആരെയും എതിർത്തിരുന്ന സിദ്ധാർത്ഥൻ ഇന്ന് ആർക്കോ വേണ്ടി തങ്ങളെ ആട്ടിപ്പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. മുറിയിൽ നില ഉറങ്ങിത്തുടങ്ങിയിരുന്നു. അവളുടെ കുഞ്ഞു ശ്വാസോച്ഛ്വാസം ആ മുറിയിലെ ഏക സംഗീതമായി മാറി. സിദ്ധാർത്ഥൻ കട്ടിലിൻ്റെ അരികിൽ തറയിലിരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നില്ല. താൻ ജീവൻ നൽകി സ്നേഹിക്കുന്ന സ്വന്തം വീട്ടുകാർ തൻ്റെ ചോരയെ ഇങ്ങനെ അധിക്ഷേപിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മായ പതുക്കെ അവൻ്റെ അരികിലേക്ക് വന്നു. അവൾ അവൻ്റെ തോളിൽ കൈവച്ചു. ആ സ്പർശനം സിദ്ധാർത്ഥനെ ഒന്ന് ഞെട്ടിച്ചു. അവൻ തല ഉയർത്തി അവളെ നോക്കി. സാർ, എന്തിനാ ഇത്രയും ദേഷ്യപ്പെട്ടത്? അവർ സാറിൻ്റെ അമ്മയും അനിയത്തിയുമല്ലേ? എനിക്ക് വിഷമമുണ്ട്. ഞാൻ കാരണം അവർ സാറിനോട്. സിദ്ധാർത്ഥൻ അവളുടെ കൈ പിടിച്ച് താഴെയിരുത്തി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അമ്മയായാലും അനിയത്തിയായാലും ആർക്കും ആരെയും അപമാനിക്കാൻ അവകാശമില്ല മായ. പ്രത്യേകിച്ചും എൻ്റെ മകളെ. നിന്നെയും നിലയും സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പദവിയും പണവും കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? മായ മറുപടി പറഞ്ഞില്ല. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ പണ്ട് കണ്ടിരുന്ന ആ ക്രൂരത ഇപ്പോൾ എങ്ങോ മറഞ്ഞിരിക്കുന്നു. പകരം ഒരുതരം നിസ്സഹായതയും അടങ്ങാത്ത പ്രണയവും അവൾ അവിടെ കണ്ടു. സാർ, അന്ന് ആ ഫാം ഹൗസിലെ രാത്രിയിൽ മായ പതുക്കെ പറഞ്ഞു തുടങ്ങി. അവളുടെ ശബ്ദമിടറി. സാർ എന്നെ ഉപദ്രവിച്ചപ്പോൾ ഇനി ഒരിക്കലും ഞാൻ സാറിനെ സ്നേഹിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. സാർ എന്നെ വെറുമൊരു ഉടലായി മാത്രം കണ്ടു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു സാർ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. സിദ്ധാർത്ഥൻ അവളുടെ കൈവിരലുകളിൽ ചുംബിച്ചു. അന്ന് ഞാൻ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ് മായ. ലഹരിയും അധികാരവും എൻ്റെ കണ്ണു മൂടിയിരുന്നു. നീ എൻ്റെ ഭാര്യയാണെന്ന ഗർവ് എന്നെ അന്ധനാക്കി. ആ ചോരപ്പാടുകൾ കണ്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന നിനക്ക് മനസ്സിലാകില്ല. നിന്നെ ഇത്രയും പരിശുദ്ധിയായി ഞാൻ കണ്ടിരുന്നില്ല. ആ പാപത്തിന് ജീവിതകാലം മുഴുവൻ നിന്റെ കാവൽക്കാരനായി ഇരിക്കാനാണ് എനിക്കിഷ്ടം. മായയുടെ ഉള്ളിലെ അവസാനത്തെ മഞ്ഞുപാളിയും അലിഞ്ഞുപോയി. അവൾ പതുക്കെ അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. ആദ്യമായി അവൾ അവനെ ഒരു ഭർത്താവായി ആത്മാവ് കൊണ്ട് സ്വീകരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥൻ അവളുടെ മുടിയിൽ തലോടി. പുറത്ത് കാറ്റും മഴയും വീശിയടിക്കുന്നുണ്ടെങ്കിലും ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു ഊഷ്മളത അവർ അനുഭവിച്ചു. പിറ്റേന്ന് പ്രഭാതം സിദ്ധാർത്ഥൻ പതിവിലെ നേരത്തെ എഴുന്നേറ്റു. അവൻ നിലയെ തൻ്റെ കൈകളിലെടുത്ത് ജനാലയ്ക്കൽ വന്നു നിന്നു. വിരിയുന്ന സൂര്യപ്രകാശം കുഞ്ഞിൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ അവൾ പതുക്കെ കണ്ണുകൾ ചിമ്മി. നോക്കുമായ, ഇവൾക്ക് നിന്റെ അതേ മൂക്കാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മായ ചായയുമായി അങ്ങോട്ട് വന്നു. അവൾ ചിരിക്കുന്നത് സിദ്ധാർത്ഥൻ കുറേ കാലത്തിന് ശേഷം കാണുകയായിരുന്നു. ആ ചിരിയിൽ സിദ്ധാർത്ഥൻ തൻ്റെ സർവ്വ വിജയങ്ങളും കണ്ടു. താഴെ ഹാളിലെത്തിയപ്പോൾ രാജേശ്വരിയുടെ മുഖം കറുത്തിരുന്നു. അവർ ചായ കുടിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മായ ചായക്കപ്പുമായി അവരുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ചായ, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. രാജേശ്വരി കപ്പ് വാങ്ങിയില്ല. എനിക്ക് വേണ്ട. ഈ വീട്ടിൽ ഇനി എനിക്ക് എന്ത് ചായ? എൻ്റെ മകൻ തന്നെ എന്നെ ഇവിടെ അപമാനിച്ചില്ലേ? സിദ്ധാർത്ഥൻ പിന്നാലെ വന്നു. അമ്മേ, പഴയ കാര്യങ്ങൾ വിട്. മായ ചെയ്ത തെറ്റൊന്നും ഇവിടെയില്ല. ഇനി ഈ വീട്ടിൽ എല്ലാവരോടും സന്തോഷത്തോടെ കഴിയണമെന്നാണ് എനിക്ക് സന്തോഷമോ? രമ്യ അങ്ങോട്ട് വന്നു. സിദ്ധാർത്ഥ, നീ ഓർക്കുന്നുണ്ടോ ശേഖരനെ? അവൻ നിന്റെ ശത്രുവാണ്. അവൻ്റെ ബന്ധുവായ ഈ പെണ്ണിനെ നീ തലയിൽ വെച്ച് കൊണ്ടാടുന്നത് അവനുള്ള ഒരവസരമായും അവൻ മാറ്റും. നീ ഒരു രാഷ്ട്രീയക്കാരനാണ്. നിന്റെ ഇമേജ് ആലോചിച്ചിട്ടുണ്ടോ? സിദ്ധാർത്ഥൻ രമ്യയുടെ അടുത്തേക്ക് നടന്നു. രാഷ്ട്രീയവും ഇമേജും ഞാൻ നോക്കിക്കോളാം. രമ്യയെ, നീ നിന്റെ കാര്യങ്ങളും നോക്കിയാൽ മതി. ഇനി മായയുടെ സമാധാനം കളയാൻ നോക്കിയാൽ ഞാൻ എൻ്റെ മറ്റൊരു മുഖം കാണിക്കും. രമ്യ പേടിച്ച് മാറി നിന്നു. സിദ്ധാർത്ഥൻ ഓഫീസിലേക്ക് പോകാനിറങ്ങി.
പോകുന്നതിന് മുൻപ് അവൻ മായയുടെ അരികിലെത്തി. മായ, ഞാൻ പോയി വരാം. നീ ഒന്നിനും വിഷമിക്കേണ്ട, ഷാജി ഇവിടെയുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അവനോട് പറയാം, മായ തലയാട്ടി. സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞപ്പോൾ തറവാട്ടിലെ അന്തരീക്ഷം വീണ്ടും തണുത്തു. രാജേശ്വരിയും രമ്യയും മായയെ ഒന്നിനും കൂട്ടിയില്ല. അവർ തമ്മിൽ രഹസ്യമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുകളിൽ മുറിയിലിരുന്ന മായയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ശേഖരൻ്റെ പേര് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ പേടി തോന്നി. ശേഖരൻ ഇപ്പോഴും പുറത്തുണ്ടെങ്കിൽ അവൻ തന്നെയും കുഞ്ഞിനെയും വെറുതെ വിടില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതേസമയം നഗരത്തിലെ തൻ്റെ ഒളിത്താവളത്തിലിരുന്ന് ശേഖരൻ ഒരു കത്ത് വായിക്കുകയായിരുന്നു. സിദ്ധാർത്ഥൻ്റെ തറവാട്ടിൽ നിന്നും വന്ന ഒരു സന്ദേശമായിരുന്നു അത്. അവൻ്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. സിദ്ധാർത്ഥ, നിന്റെ കോട്ടയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ആളുകളുണ്ട്. നിന്റെ സ്നേഹവും അധികാരവും നിന്നെ തകർക്കാൻ ഞാൻ ഉപയോഗിക്കും. മായയെ നീ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയിട്ടുണ്ടാകാം, പക്ഷെ അവളുടെ മരണം നിന്റെ കൈകൊണ്ട് തന്നെ ഞാൻ വരുത്തിക്കും. ശേഖരൻ തൻ്റെ സഹായിയോട് പറഞ്ഞു, പദ്ധതി തുടങ്ങാം. ആദ്യം നമുക്ക് രാജേശ്വരിയെയും രമ്യയെയും ഒന്ന് നേരിട്ട് കാണണം. അവരാണല്ലോ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. പകയുടെയും ചതിയുടെയും പുതിയൊരു വല തറവാടിനും ചുറ്റും മുറുകാൻ തുടങ്ങുകയായിരുന്നു. ഇതൊന്നും അറിയാതെ മായ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു പുതിയ സ്വപ്നം നെയ്യുകയായിരുന്നു. സിദ്ധാർത്ഥൻ തൻ്റെ കരുത്താണെന്ന് വിശ്വസിച്ചു തുടങ്ങിയ അവൾക്ക് വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു.